ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി വെണ്ടക്ക വെച്ചുള്ള റെസിപ്പി ആയാലോ. നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടി നമുക്ക് ചോറിൻ്റെ കൂടി ഇത് മാത്രം മതി, ഇനി വേറെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം ഇതുപോലെ കുറച്ച് വെണ്ടക്ക എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 10-15 വെണ്ടക്ക എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഈ വെണ്ടക്കൻ്റെ 2 സൈഡ് ഭാഗത്തും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ വെണ്ടക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം മൂക്കാത്ത വെണ്ടക്ക ഉണ്ടാവില്ല ചെറുതായിട്ടുള്ളത്, അതെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആദ്യം ഒന്ന് അതൊരു പകുതി ആക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ നേർ പകുതി ആക്കിയിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള വെണ്ടക്കൊക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നമ്മളെ വെണ്ടക്കൊക്കെ നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾ, 1 ടീസ്പൂണോളം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കടലമാവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടലമാവിൻ്റെ പകരം നമുക്കിതിലേക്ക് കോൺഫ്ലവറിൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പം കുറച്ച് എന്തെങ്കിലും നനവ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നന്നായിട്ട് ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെണ്ടക്ക ഇടുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വെണ്ടക്ക പെട്ടെന്ന് തന്നെ ഒന്ന് കുഴഞ്ഞ് അങ്ങ് അടിഞ്ഞു പോയ പോലെ ആയിപ്പോവും. എന്നിട്ട് വെണ്ടക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ വെണ്ടക്ക നന്നായിട്ട് കുക്കായി കിട്ടുക. ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി വെണ്ടക്കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്നും ചെയ്യുന്ന കുറച്ച് ചോറെടുക്കുക, ഇതിൻ്റെ കൂട്ടത്തിലിടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, കഴിക്കുക. അത്രയാണ് വേണ്ട കേട്ടോ. അത്രയ്ക്ക് നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റേ വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.